പീഡനമുറിയിൽ ചെറുകഥ. ഇരുട്ട് നിറഞ്ഞ ഇടവഴിയിലൂടെ അവർ 3-4 പേര് മുന്നോട്ട് നടക്കുന്നുണ്ട്. മുന്നിൽ നടക്കുന്നവൻ ഏറ്റവും പിറകിലുള്ളവനെ നോക്കി പറഞ്ഞു, ഹേ ഭായ്, ജൽദി ആവോനാ. ആ ഭായ്, ആ രഹാ ഹേ. ഇടവഴിയിലൂടെ നടന്ന് അവർ ഒരു വീട്ടുമുറ്റത്ത് കയറിയപ്പോൾ കയ്യിലെ ബ്രാൻഡിക്കുപ്പി പൊട്ടിച്ച് അയാൾ ആ കൂടെ വന്ന ബംഗാളികൾക്ക് പകർന്നു കൊടുത്തു. ഭായ്, ഏക് ആദ്മി ജാവോ, ജാസ്തി ടൈം നെയ്യില്ലല്ലോ. അവൻ കയ്യിലേൽപ്പിച്ച മടക്കിപ്പിടിച്ച നോട്ടുകൾ അയാൾ ആർത്തിയോടെ നോക്കി. അവൻ ആർത്തിയോടെ ഉള്ളിലേക്ക് കയറിപ്പോയി. സ്മിത പാത്രം കഴുകുമ്പോൾ പിന്നിലൊരു കാൽപുരുമേറ്റം. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പിറകിലൊരാൾ. എന്തെങ്കിലും മിണ്ടാൻ കഴിയും മുമ്പ് അയാൾ അവളെ കടന്നു പിടിച്ചിരുന്നു. ചേട്ടായി എന്ന് നിലവിളിച്ചു. എങ്കിലും ആരും കേട്ടില്ല. ഞാൻ പൈസ ദിയാത്ത എന്നവൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. നിലത്തേക്ക് തള്ളി വീഴ്ത്തിയ അയാൾ സ്മിതയെ ശരിക്കും കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു. പിന്നെയും പലതവണ ഹാൻസും പാൻപരാഗിൻ്റെയും മണം മൂക്കിൽ അടിച്ചു കയറിയപ്പോൾ ഒന്നും ചെയ്യാനാവാതെ അവളങ്ങനെ തളർന്നു കിടന്നു. അവളുടെ ചേട്ടായി അപ്പോഴാണ് അങ്ങോട്ട് കടന്നു വന്നത്. ഒന്ന് പൊട്ടിക്കരഞ്ഞുവെങ്കിലും അയാൾ അത് കണ്ടതായി പോലും നടിക്കാതെ പോക്കറ്റിൽ നിന്നും ക്യാഷ് എടുത്തിട്ട് എണ്ണിത്തുടങ്ങി. 5000 ദേ നോക്കിയേ, 5000. അയാൾ പൊട്ടിച്ചിരിച്ചു. ദിവസം 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത് 5000, 30 ദിവസങ്ങൾ കൊണ്ട്. എൻ്റെ പൊന്നെ, നീയൊന്ന് സഹകരിച്ചാലേ നമ്മൾ പിന്നെ ആരാ? രാജീവേട്ടാ, ഇതിനാണോ അച്ഛനെയും അമ്മയെയും എല്ലാവരെയും കളഞ്ഞ് ഏട്ടൻ്റെ കൂടെ ജീവിക്കാൻ വന്നത്? ഇതിനാണോ അമ്പലത്തിൽ വെച്ച് താലി കെട്ടി കൂടെ കൂടിയത്? അയാളൊന്നും മിണ്ടാതെ ക്യാഷ് ഒന്നുകൂടി നോക്കി. വാരിച്ചുറ്റിയ തുണിയുമായി ബാത്റൂമിൽ കയറി. അടുപ്പിൽ വച്ച പരിപ്പ് കത്തിക്കങ്ങിയ മണം അവിടെ ഒഴുകി നടന്നു. ബാത്റൂമിൽ നിന്നും നല്ല തണുത്ത വെള്ളം എത്ര ദേഹത്തൂടെ ഒഴിച്ചിട്ടും ആ ക്ഷീണം മാറുന്നില്ല. ദേഹത്ത് മുഴുവൻ ഒരഴുക്ക് പറ്റിപ്പിടിച്ചതുപോലെ. പുറത്തുനിന്നു വീണ്ടും ഹിന്ദിയിലുള്ള സംസാരം കേൾക്കാം. അച്ഛാ ഹേ ഭായ്, അച്ഛാ മാലേ ഭായ്, മേര ബീവിയെ ഭായ്. സ്മിത, വേഗം വാ, നിന്നെ കാണാൻ ആളുകളുണ്ട്. ഇനിയും ജീവിക്കേണ്ടതില്ലാത്തതുപോലെ തോന്നി സ്മിതയ്ക്ക്. ബാത്റൂമിൽ സൂപ്പർമാക്സിൻ്റെ ബ്ലേഡ് ഞരമ്പിലൂടെ വരഞ്ഞു കയറുമ്പോൾ ഒരു സുഖം. കണ്ണുകൾ അടച്ച് അവൾ നിലത്തേക്ക് ഊർന്നിരിക്കുമ്പോൾ രക്തം നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇനി ഒരിക്കലും ഒരു ബംഗാളിയും മാംസം തേടി എത്താത്ത ഒരിടത്തേക്ക് അവൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോഴും അവളുടെ മാംസം കിട്ടുന്ന പൈസയ്ക്കായി അയാൾ കാത്തിരിക്കുകയായിരുന്നു.